ഹായ് വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആൻഡ്രോയിഡ് ഇൻറ്റൻസ് എന്താണ്, അതിൻ്റെ കാറ്റഗറീസ് എന്താണ്, എങ്ങനെ ഇൻറ്റൻറ്റ് യൂസ് ചെയ്ത് പുതിയൊരു ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ്. ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സാമ്പിൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ടെംപ്ലേറ്റ്സിൽ നിന്നും empty ആക്ടിവിറ്റി സെലക്ട് ചെയ്തു, നെക്സ്റ്റ് ബട്ടൺ ടാപ്പ് ചെയ്തു. ഇവിടെ ഇൻറ്റൻറ്റ് ഡെമോ എന്ന് പ്രൊജക്റ്റ് നെയിം കൊടുത്തു. ഓക്കെ, ബാക്കിയെല്ലാം ഡിഫോൾട്ട് വാല്യൂസ് യൂസ് ചെയ്തു, ഫിനിഷ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഗ്രേഡിൽ സിങ്ക് നടക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഒരു empty ആക്ടിവിറ്റി ഹലോ വേൾഡ് എന്നൊരു ടെക്സ്റ്റുള്ള ഒരു empty ആക്ടിവിറ്റി ക്രിയേറ്റ് ആകും. അവിടെ നമ്മൾ നമ്മുടെ മെയിൻ സ്ക്രീനിൽ ആ ടെക്സ്റ്റ് മാറ്റി അവിടെ ഒരു ബട്ടൺ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ആ ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ പുതിയൊരു ആക്ടിവിറ്റി, ഒരു സെക്കൻഡ് ആക്ടിവിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ടി ജസ്റ്റ് നമുക്ക് ഈ സാമ്പിൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയതൊന്ന് റൺ ചെയ്ത് നോക്കാം. പിക്സൽ എന്നുള്ള AVDയിലാണ് ഞാനത് റൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ UI ഡിഫൈൻ ചെയ്തേക്കുന്ന XML ഫയൽ നോക്കുകയാണെങ്കിൽ കൺട്രോൾ കീ ടാപ്പ് ചെയ്തുകൊണ്ട് ഈ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിൻ്റെ കോഡ് നോക്കി അവിടെ ഒരു ടെക്സ്റ്റ് വ്യൂ ആണുള്ളത്. ഈ ടെക്സ്റ്റ് വ്യൂ റീപ്ലേസ് ചെയ്ത് നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കൺസ്ട്രെയിൻറ്റ് ലേഔട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ സിമ്പിളായിട്ടുള്ള ലീനിയർ ലേഔട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ റൺ ആവും. ഓക്കെ, ഇവിടെ ഒരു ഹലോ വേൾഡ് എന്നൊരു ടെക്സ്റ്റാണുള്ളത്. ഞാൻ അതിനു വേണ്ടി ഈ കൺസ്ട്രെയിൻറ്റ് ലേഔട്ട് മാറ്റി ലീനിയർ ലേഔട്ട് ആക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന് ഓറിയൻറ്റേഷൻ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓറിയൻറ്റേഷൻ വെർട്ടിക്കൽ കൊടുത്തു. ഞാൻ ഈ ടെക്സ്റ്റ് വ്യൂവിനെ ബട്ടൺ ആക്കി. ടെക്സ്റ്റ് ഓപ്പൺ സെക്കൻഡ് ആക്ടിവിറ്റി. ഓക്കെ, ഈ ബട്ടൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഐഡൻറ്റിഫയർ കൊടുത്തു. ID +ID BTN ഓപ്പൺ സെക്കൻഡ്. ഓക്കെ, ഇവിടെ ഈ കൺസ്ട്രെയിൻ ലേഔട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, അത് ഞാൻ കളഞ്ഞു. ഓക്കെ, നമ്മുടെ പ്രിവ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഓപ്പൺ സെക്കൻഡ് ആക്ടിവിറ്റി. അത് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്തേക്കാണ്. ഞാനതിനെ ഒരു സെൻട്രലിലാക്കാൻ വേണ്ടി ലേഔട്ട് ഗ്രാവിറ്റി സെൻറ്റർ ഹൊറിസോണ്ടൽ കൊടുത്തു. അപ്പോൾ സെൻറ്ററിൽ അലൈൻ ചെയ്തു. അതിനൊരു മാർജിൻ സെറ്റ് ചെയ്തു. മാർജിൻ ടോപ്പ് കൊടുത്തു, 25 dp കൊടുത്തു. ഓക്കെ, ഇവിടെ ഓപ്പൺ സെക്കൻഡ് ആക്ടിവിറ്റി എന്നുള്ളതാണ് ഈ ബട്ടൻ്റെ നെയിം, ഇത് ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ബട്ടൻ്റെ ഐഡൻറ്റിഫയർ കോപ്പി ചെയ്തു, Ctrl+C. ഇനി മെയിൻ ആക്ടിവിറ്റി വന്നിട്ട് ഈ ബട്ടൺ ഡിഫൈൻ ചെയ്യാണ്. ബട്ടൺ ഞാൻ പേസ്റ്റ് ചെയ്തു. BTN ഓപ്പൺ സെക്കൻഡ് = ഫൈൻഡ് വ്യൂ ബൈ ID r.id.BTN second. ഓക്കെ, then BTN second dot സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ. നമ്മുടെ ഈ ബട്ടൻ്റെ ക്ലിക്ക് ലിസണർ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അതിന് ബ്രാക്കറ്റിനുള്ളിൽ ന്യൂ ഓൺ ക്ലിക്ക് ലിസണർ എൻ്റർ ചെയ്താൽ ഓട്ടോ സജഷൻ പ്രീ പോപ്പുലേറ്റ് ആകും. ഓക്കെ, അതിനുള്ളിൽ ഓൺ ക്ലിക്ക് എന്നൊരു ഫങ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ക്ലിക്ക് ഇവൻ്റ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഇവിടെ ഞാനൊരു സെക്കൻഡ് ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റ് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. ഈ ടെക്സ്റ്റ് ഫയൽസ് നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ആക്ടിവിറ്റിയേ ഉള്ളൂ. ഞാൻ രണ്ടാമതൊരു ആക്ടിവിറ്റി, അതിനൊരു നെയിം കൊടുക്കുന്നത് സെക്കൻഡ് ആക്ടിവിറ്റി എന്നാണ്. ഞാനിവിടെ റൈറ്റ് ക്ലിക്ക്, ഈ പാക്കേജ് നെയിം ഉണ്ടല്ലോ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ന്യൂ
ആക്ടിവിറ്റി, അവിടെ നിന്നും ബേസിക് ആക്ടിവിറ്റി ഉണ്ട്, എം ഡി ആക്ടിവിറ്റി ഉണ്ട്. ഞാൻ ഇതുപോലെ തന്നെ ഒരു എം ഡി ആക്ടിവിറ്റി സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ നെയിം സെക്കൻഡ് ആക്ടിവിറ്റി എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ XML ഫയലൊക്കെ ഓട്ടോ ജനറേറ്റ് ആയി വന്നോളും. ആക്ടിവിറ്റി _2 എന്നുള്ള നെയിമിലായിരിക്കും XML ഫയൽ. ഓക്കെ, ഞാൻ ഫിനിഷ് കൊടുത്തു. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി ക്രിയേറ്റ് ആയി. അത് ഈ മെയിൻ ആക്ടിവിറ്റി പോലെ തന്നെയാണ്. അത് ആക്ടിവിറ്റി സെക്കൻഡ് എന്നുള്ള ഈ XML ഫയൽ നോക്കിയാൽ അറിയാൻ പറ്റും അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന്. കണ്ടോ, ഇതിൻ്റെ കണ്ടൻറ് ഒന്നുമില്ല, ഒരു കൺസ്ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ അവിടെ ഒരു ലീനിയർ ലേഔട്ട് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഓറിയൻറ്റേഷൻ വെർട്ടിക്കൽ കൊടുത്തു. അതിനുള്ളിൽ ഞാനൊരു ഇമേജ് വ്യൂ ഡിഫൈൻ ചെയ്തു. വിഡ്ത്ത് മാച്ച് പേരൻ്റ്, ഹൈറ്റ് മാച്ച് പേരൻറ്റിൻ്റെ ആവശ്യമില്ല. റാപ്പ് കണ്ടൻറ് കൊടുത്തു. അതിന് അഡ്ജസ്റ്റ് വ്യൂ ബൗൺസ് എന്നൊരു പ്രോപ്പർട്ടി കൊടുത്തു. അത് വിഡ്ത്തിനനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് ട്രൂ കൊടുത്തു. ഇതിന് ഏത് ഇമേജ് ആണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി SRC സോഴ്സ് ഡിഫൈൻ ചെയ്തു. നമ്മുടെ ഈ പ്രൊജക്റ്റിൽ ആകെ ഒരു ഐക്കണേ ഉള്ളൂ. ഇപ്പോൾ അത് ബിഗ് മാപ്പ് എന്നുള്ള ഫോൾഡറിൽ IC ലോഞ്ചർ എന്നുള്ളതാണ്. IC ലോഞ്ചറും ഉണ്ട്, IC ലോഞ്ചർ റൗണ്ടും ഉണ്ട്. ഞാൻ IC ലോഞ്ചർ യൂസ് ചെയ്യാൻ പോവാണ് ഇവിടെ. @mipmap IC ലോഞ്ചർ, ഈ ടാഗ് ക്ലോസ് ചെയ്തു / ഓക്കെ. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ സ്ക്രീനിൻ്റെ ഫുൾ വിഡ്ത്തിൽ അലൈൻ ചെയ്തിട്ടുണ്ട് ഈ ഇമേജ് വ്യൂ. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ അനുസരിച്ച് ഫിക്സ് ആയിട്ടുണ്ട്. അതിന് വേണ്ടിയാണ് ഞാൻ അഡ്ജസ്റ്റ് വ്യൂ ബൗൺസ് എന്നുള്ള പ്രോപ്പർട്ടി കൊടുത്തത്. ഓക്കെ, ഈ കോഡ് അലൈൻ ചെയ്യുന്നതിന് വേണ്ടി Ctrl+Alt+I. ഓക്കെ, ഇപ്പം നമ്മുടെ കോഡ് അലൈൻഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി. നമ്മുടെ ഈ മെയിൻ ആക്ടിവിറ്റി നോക്കി. അപ്പോൾ ഇവിടെ ഞാനൊരു ഇൻഡൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻഡൻറ്റ് m_indent = ന്യൂ ഇൻഡൻറ്റ്. ഇൻഡൻറ്റിൻ്റെ ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻഡൻറ്റ് ഓഫ്, ആദ്യം കൊടുക്കേണ്ടത് കോണ്ടെക്സ്റ്റ്. ഏത് കോണ്ടെക്സ്റ്റിൽ നിന്നാണ് നമ്മളിത് ഈ ഇൻഡൻറ്റിനെ വിളിക്കുന്നത്? അത് നമ്മുടെ ആക്ടിവിറ്റി ക്ലാസ് ആയിരിക്കും. അത് ഈ കറണ്ട് ആക്ടിവിറ്റി ക്ലാസ് എന്ന് പറയുന്നത് മെയിൻ ആക്ടിവിറ്റിയാണ്. മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് കോമ. ഇനി നമുക്ക് ഏത് ആക്ടിവിറ്റിയാണോ ഓപ്പൺ ചെയ്യേണ്ടത് അതാണ് അടുത്ത പാരാമീറ്ററായിട്ട് കൊടുക്കേണ്ടത്. അതെന്ന് പറയുന്നത് സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ് ആണ്. ആ ക്ലാസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ സെമിക്കോളൻ. ഓക്കെ, ഇനി ഞാൻ ഈ ഇൻഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്തു. ഇനി ഞാൻ ആ ഇൻഡൻറ്റിനെ ഓപ്പൺ ചെയ്യുകയാണ്. ഇൻഡൻറ്റ് യൂസ് ചെയ്ത് ഈ സെക്കൻഡ് ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുകയാണ്. അതിനുവേണ്ടിയുള്ള ഫംഗ്ഷനാണ് സ്റ്റാർട്ട് ആക്ടിവിറ്റി. അതിൻ്റെ പാരാമീറ്ററായിട്ട് ഇൻഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ് കൊടുത്തു, m_indent. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എമുലേറ്റർ റൺ ആവുകയാണ്. ഇവിടെ ഈ ടെക്സ്റ്റ് മാറി ഒരു ബട്ടൺ ആയിരിക്കും വരുന്നത്. കണ്ടോ, ഈ ബട്ടൺ അത് ടാപ്പ് ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റി ഓപ്പൺ ആയി. ഓക്കെ, ഇനി നമുക്ക് ഇൻഡൻറ്റ് യൂസ് ചെയ്ത്, ഇപ്പം നമ്മൾ യൂസ് ചെയ്ത ഇൻഡൻറ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് ഇൻഡൻ്റ് ആണ്. 2 കാറ്റഗറി ഉണ്ട് ഇൻഡൻറ്റ്. ഒന്ന് എക്സ്പ്ലിസിറ്റ് ഇൻഡൻറ്റും ഇംപ്ലിസിറ്റ് ഇൻഡൻറ്റും. എക്സ്പ്ലിസിറ്റ് ഇൻഡൻറ്റിൽ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഏത് ആക്ടിവിറ്റിയാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത് ഇവിടെ ഡിഫൈൻ ചെയ്യണം. അതേസമയം നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല ഏത് ആക്ടിവിറ്റി ആണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആൻഡ്രോയിഡ് തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യണമെന്ന്.
അങ്ങനെയുള്ള ഇൻറ്റൻറ്റിനാണ് ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ കറക്റ്റായിട്ടൊരു ആക്ടിവിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കത്തില്ല. അതിനെപ്പറ്റി പിന്നീട് പറയാം. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻ്റ് ആണ്. ഇനി നമുക്ക് ഇൻറ്റൻറ്റ് യൂസ് ചെയ്ത് ഒരു ആക്ടിവിറ്റിയിൽ നിന്നും മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഈ ഇൻറ്റൻറ്റ് എന്ന് പറയുന്ന ഇൻറ്റൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഈ സ്റ്റാർട്ട് ആക്ടിവിറ്റി വിളിക്കുന്നതിന് മുമ്പ് ഇൻറ്റൻറ്റ് ഡോട്ട് പുട്ട് എക്സ്ട്രാ, അവിടെ സ്ട്രിങ് ഫസ്റ്റ് പാരാമീറ്റർ സ്ട്രിങ് ആയിരിക്കണം, സെക്കൻഡ് പാരാമീറ്റർ ഇൻറ്റിജർ ആകാം, ക്യാരക്ടർ ആകാം, ലോങ് ആകാം. ഓക്കെ, അപ്പോൾ ഞാൻ പുട്ട് എക്സ്ട്രാ ഇവിടെ ഒരു കീ വാല്യൂ പെയർ യൂസ് ചെയ്താണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ കീ എന്ന് പറയുന്നത് മൈ വാല്യൂ. ഈ മൈ വാല്യൂ എന്നുള്ള ഈ വാല്യൂ ആയിരിക്കും സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പാസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു സ്ട്രിങ് തന്നെ കൊടുത്തു, ഹായ് സെക്കൻഡ് ആക്ടിവിറ്റി. സെമിക്കോളൻ. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇൻറ്റൻറ്റിലേക്ക് ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തു. പുട്ട് എക്സ്ട്രാ എന്നുള്ള ഒരു ഫംഗ്ഷൻ വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് കീ ആണ്, സെക്കൻഡ് പാരാമീറ്റർ വാല്യൂ ആണ്. കീ എന്ന് പറയുന്നത് നെയിം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. ഈ മൈ വാല്യൂ എന്നുള്ള ഈ കീ വെച്ചാണ് ഈ ഇൻറ്റൻറ്റ് വഴി പാസ് ചെയ്ത വാല്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ മൈ വാല്യൂ എന്നുള്ള ഈ സ്ട്രിങ് ഞാൻ കോപ്പി ചെയ്തു. സെക്കൻഡ് ആക്ടിവിറ്റിയിൽ ഞാൻ ഒരു സ്ട്രിങ് ഗെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ട്രിങ് എം വാല്യൂ ഈക്വൽ ടു ഗെറ്റ് ഇൻറ്റൻറ്റ് ഡോട്ട് ഗെറ്റ് സ്ട്രിങ് എക്സ്ട്രാ. അവിടെ ഈ നമ്മൾ മുമ്പേ കോപ്പി ചെയ്ത കീ വാല്യൂ കൊടുക്കുന്നു, മൈ വാല്യൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നമ്മൾ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്നും പാസ് ചെയ്ത ഈ വാല്യൂ കിട്ടും. ഓക്കെ, അത് എം വാല്യൂ എന്നുള്ള ഈ സ്ട്രിങ്ങിലായിരിക്കും കിട്ടുന്നത്. അത് നമുക്കിപ്പം സെക്കൻഡ് ആക്ടിവിറ്റിയിൽ കാണണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് ആക്ടിവിറ്റിയുടെ കോഡ് ഓപ്പൺ ചെയ്തു. അവിടെ ഒരു ഇമേജ് വ്യൂ മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഇമേജ് വ്യൂവിന് മുകളിൽ തന്നെ ഒരു ടെക്സ്റ്റ് വ്യൂ കൊടുക്കുകയാണ്. ടെക്സ്റ്റ് വ്യൂവിൻ്റെ വിഡ്ത്ത് വ്രാപ്പ്, ഹൈറ്റ് വ്രാപ്പ് കണ്ടൻറ്റ് കൊടുത്തു. ഇവിടെ ഞാൻ ടെക്സ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. അതിനൊരു ടെക്സ്റ്റ് സൈസ് 25 SP കൊടുത്തു. ഒരു ഐഡൻറ്റിഫയർ കൊടുത്തു, ID @place_id mtxt എന്നുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റ് വ്യൂ. അതിനിപ്പോൾ ടെക്സ്റ്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഗ്രാവിറ്റി സെൻറ്റർ ഹൊറിസോണ്ടൽ കൊടുത്തേക്കാം. ലേഔട്ട് ഗ്രാവിറ്റി സെൻറ്റർ ഹൊറിസോണ്ടൽ. ഓക്കെ, ഞാൻ ഇത് കോപ്പി ചെയ്തു. നമ്മുടെ ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് ആക്ടിവിറ്റിയിലെ ടെക്സ്റ്റ് വ്യൂ mtxt ഈക്വൽ ടു find view by id r.id.mtxt then mtxt.setText എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാസ് ചെയ്ത് വന്ന വാല്യൂ ഇവിടെ ടെക്സ്റ്റ് വ്യൂവിൽ സെറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പണായി. ഞാനിത് ടാപ്പ് ചെയ്തു. ഇവിടെ നമ്മൾ ആ ഇൻറ്റൻറ്റ് വഴി പാസ് ചെയ്ത വാല്യൂ ഹായ് സെക്കൻഡ് ആക്ടിവിറ്റി എന്നുള്ളതാണ്. ഓക്കെ, അതിവിടെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഇതാണ് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ്. ഇത് നമുക്ക് ഇവിടെ ഈ വാല്യൂവിൽ ഇൻറ്റിജർ കൊടുക്കാം, എന്ത് വാല്യൂവും കൊടുക്കാൻ പറ്റും. ഇതാണ് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്താണെന്നുള്ളതാണ്. ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി എങ്ങനെ ചെയ്യും? അതൊക്കെ ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ നോക്കാം.
നമുക്ക് വേണ്ട കോഡുകൾ കൂടുതലും സ്റ്റാക്ക് ഓവർഫ്ലോയിൽ റെഫർ ചെയ്താൽ കാണാൻ പറ്റും. അതിൽ തന്നെ കണ്ടോ, ഈ ടിക്ക് മാർക്ക് കാണുന്നതായിരിക്കും കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ ഒരു google.com എന്നുള്ള URL ഇംപ്ലിസിറ്റ് ഇൻഡൻറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഈ കോഡ് അങ്ങ് കോപ്പി ചെയ്തു. ഓക്കെ, നമുക്ക് ഈ ഓപ്പൺ സെക്കൻഡ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ നെയിം ബട്ടൺ ഓപ്പൺ ബ്രൗസർ. അതിൻ്റെ ടെക്സ്റ്റ് മാറ്റി കൊടുത്തു. ഓക്കെ, BTN ഓപ്പൺ ബ്രൗസർ എന്നുള്ളതാണ്. അത് ഇതിൻ്റെ താഴെ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. BTN ഓപ്പൺ ബ്രൗസർ എന്നുള്ളതാണ്. ഇത്രയും കോഡ് ഞാൻ കോപ്പി ചെയ്തു, ഇതിൻ്റെ താഴെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ ബട്ടൻ്റെ നെയിം ഞാൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇവിടെ ഐഡൻറ്റിഫയറും ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഓൺ ക്ലിക്ക് ഇവൻറ്റിൽ എന്താണെന്നുള്ളത് ഇവിടെ നമ്മൾ കൊടുക്കണം. ഓക്കെ, അതിന് നമ്മളിപ്പോൾ ഇവിടെ നിന്നും ഈ കോഡ് കോപ്പി ചെയ്തു. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഇവിടെ ഇത് ഇംപ്ലിസിറ്റ് ഇൻഡൻ്റ് ആണ്. ഇവിടെ ഒരു ആക്ഷൻ വ്യൂ എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇൻഡൻറ്റിനുള്ളിൽ ഫസ്റ്റ് പാരാമീറ്റർ എന്ത് ആക്ഷനാണ്. ഇവിടെ നമ്മൾ കൺട്രോൾ സ്പേസ് ബാർ ടാപ്പ് ചെയ്താൽ അറിയാൻ പറ്റും എന്തൊക്കെ ആക്ഷൻസ് പോസിബിൾ ആണ്. ആക്ഷൻസ് ആൻഡ് ആക്ഷൻ വ്യൂ. ഓക്കെ, ഒരു സെക്കൻഡ് പാരാമീറ്ററായിട്ട് ഒരു URI ആണ് പാസ് ചെയ്യുന്നത്. ഈ ഗൂഗിളിൻ്റെ അഡ്രസ്സ് ഒരു URI ആയിട്ട് പാഴ്സ് ചെയ്താണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ആക്ടിവിറ്റി ഇംപ്ലിസിറ്റ് ഇൻഡൻറ്റ്. ഓക്കെ, ഇതെങ്ങനെയായിരിക്കും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൊജക്റ്റ് റണ്ണായി. സെക്കൻഡ് ഓപ്ഷൻ ടാപ്പ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ ബ്രൗസർ ഓപ്പണായി. ഇത് ഞാൻ ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, ഇത് ഗൂഗിൾ ഓപ്പണായി. ഒന്നുകൂടെ നോക്കാം. കണ്ടോ, google.com എന്നുള്ള ഈ URL ആണ് ഇവിടെ ഓപ്പൺ ആകുന്നത്. ഓക്കെ, ഹായ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.